ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളയപ്പവും അതിൻ്റെ ഒപ്പം കഴിക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടി കാണിക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്യണം, എന്നാലാണ് വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഒന്നുകൂടി ഒന്ന് കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഈസ്റ്റാണ്. ഒരു 1/4 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മൾ അരി സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇതും ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. അപ്പം അത്രയും സമയം തന്നെ ആയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതും മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈസ്റ്റ് അധികം ചേർക്കേണ്ടി വരില്ല വെള്ളയപ്പത്തിൽ. ഈസ്റ്റ് അധികമായി പോയാൽ വെള്ളയപ്പത്തിന് ഈസ്റ്റിൻ്റെ ഒരു ഫ്ലേവർ വരും, അതുപോലെ തന്നെ ഒരു പുളിരസമൊക്കെ വരും. അപ്പോൾ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഏകദേശം ഒരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചോറും അവിലൊന്നും ചേർക്കുന്നില്ല. ഇത് അരി കുറുക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അരച്ചെടുത്തതിൽ നിന്നിട്ട് 4 ടേബിൾ സ്പൂൺ മാവ് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചില സൈഡിലൊക്കെ ഇതിനെ കപ്പി കാച്ച എന്നാണ് പറയുക. അതാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മാവ് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അതായത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ കട്ടയെല്ലാം പോയി നന്നായിട്ട് കുറുകിയെടുത്തിട്ടുണ്ട്. ഈ കുറുക്കിയെടുത്തത് ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരു ഇളം ചൂടൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് പകുതി നമ്മൾ ആദ്യം അരച്ചെടുത്തതാണിത്. ആ മാവിലേക്ക് പകുതി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കുറുക്കിയത് ചേർത്തത് കൊണ്ട് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലല്ല, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചിരുന്നതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. രാത്രിയിലാണ് അരച്ചു വയ്ക്കുന്നത്. രാവിലെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊന്തി വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് പൊന്തി വന്നതിൻ്റെ ഇവിടെ അടയാളമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഇത് മൂടി വെച്ച പ്ലേറ്റിൻ്റെ മീതെയൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തിയതിന് ശേഷം താന്നു പോയിട്ടുള്ളതാണ്. അത് കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചാൽ ഇത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താന്നു പോകുന്നതിന് മുമ്പ് തന്നെ വേഗം അപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ബാറ്ററി ഇരിക്കുന്നത്. കണ്ടോ, അധികം തിക്കായിട്ട് ഇരിക്കരുത് മാവ്. അപ്പോൾ നമുക്ക് സൈഡ് ഭാഗമൊക്കെ നൈസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ലൂസിലാണ് മാവ് ഇരിക്കേണ്ടത്. അധികം അങ്ങനെ ലൂസായി പോവുകയും ചെയ്യരുത്.
ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളപ്പത്തിൻ്റെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വയ്ക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അധിക സമയം വെച്ച് കുക്കാക്കി എടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു 5-6 സെക്കൻഡ് ആകുമ്പോഴത്തേനും ഒന്ന് തുറന്ന് നോക്കുക. ഇത് വെന്തിട്ടുണ്ടോയെന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുഭാഗത്തൊന്ന് വിരലുകൊണ്ട് പതുക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ കയ്യിൽ അങ്ങനെ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത്. അധികം മസാലയും എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 8 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി, അധികം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലകളുടെ പച്ചമണം എല്ലാം നന്നായിട്ട് പോയി കിട്ടുന്നവരെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ പുളിയുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ കറിയിൽ എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ബാലൻസ് ആയിട്ട് അധികം പുളിയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ആണ്. ഇത് 1.25 കപ്പ് ഗ്രീൻ പീസ് ആണ് ഉള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പൊട്ടാറ്റോ കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം പോയതിന് ശേഷം തുറന്നാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവി എല്ലാം കറക്റ്റ് പാകത്തിന് കുറുകി, ഗ്രീൻ പീസ് എല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ താളിക്കാനൊന്നുമില്ല. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറച്ച് കുറവുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഈ വെള്ളയപ്പവും ഗ്രീൻ പീസ് കറി നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വെള്ളയപ്പം. നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കരുത് വെള്ളയപ്പം. അങ്ങനെ ആയാൽ ഇത് ഹാർഡായിട്ട് പോവും, ഡ്രൈ ആയിട്ട് പോവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റിലുള്ള വെള്ളയപ്പമാണ്. തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.